മമ്മൂക്കാക്ക് ഒരു തുടക്കം കാണുമ്പോൾ മമ്മൂക്കാടെ നമ്മൾ ഇത്ര ഒരു മാസ് പടം എന്ന് ഒരു പ്രതീക്ഷയിൽ പോകും. ആ മമ്മൂക്കാടെ എൻട്രി വളരെ സ്ലോയിലാണ് ആദ്യം കാണിക്കുന്നത്. പിന്നീട് ആ ഉത്സവപ്പറമ്പിലേക്ക് വരുമ്പോഴാണ് അത് അങ്ങനെ മതിയെന്ന് മനഃപൂർവ്വം വിചാരിച്ചു. മമ്മൂക്ക എന്നൊരു വ്യക്തിയുടെ ഒരു മാസ് എൻട്രി നമ്മൾ പ്രതീക്ഷിക്കാം. ഈ സിനിമയ്ക്ക് മറ്റു മാസ് സിനിമകളുമായി കുറച്ച് വ്യത്യാസമുണ്ട്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ നമ്മൾ കഥ പറയാൻ എടുത്തിരിക്കുന്ന സമയമാണ്. ഇതിലങ്ങനെ മാസ് ചേരുവകൾ ചേർത്ത് ഒരു 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 ഫോർമുല പരിപാടി അല്ല ഫസ്റ്റ് ഹാഫ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയിൽ ആദ്യം വന്ന് നമ്മളൊരു വൺ ഇൻട്രോ കാണിച്ചിട്ട് ആ കഥ മുഴുവൻ പറയാൻ പോയി അതിങ്ങനെ വലിഞ്ഞു താഴോട്ട് പോകും. അപ്പോൾ അത് ആദ്യമേ ഡിസൈൻ ചെയ്ത് അതൊരു റൈറ്റർ ബ്രില്യൻസ് ആണ്. വിതിൻ പറഞ്ഞത് നമുക്ക് സോഫ്റ്റായിട്ട് ഇൻട്രോ കൊടുക്കാം, അയാളുടെ കഥാപാത്രം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാം, എന്നിട്ട് അയാളുടെ സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഇയാൾ ഈ സാഹചര്യത്തിൽ പെട്ടപ്പോൾ ഇയാൾക്ക് എന്തിലേക്ക് പോകും. അപ്പം അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ്. ഈ ഫസ്റ്റ് ഇൻട്രോ വളരെ സാധാരണ പരിപാടിയിലും, കാരണം അത് അയാൾ ക്യാരക്ടർ എന്താണെന്ന് പിടുത്തം വേണ്ടി മാത്രം അത് മനസ്സിലാക്കി കൊടുക്കുവാണ് പിന്നെ പിന്നീടുള്ള മാസാണ് കാണിക്കുന്നത്. പിന്നെ മാസാണ് കാണിക്കുന്നത്. അത് രണ്ടാമത് ഞാൻ പിന്നെ സൂത്രപ്പണിയൊക്കെ നോക്കി കൊട്ടി എടുത്തത്. എനിക്ക് ഇങ്ങനെ അതും കൂടെ വേണമല്ലോ. അതെ അത് ഞാൻ രണ്ടാമത് ഇവരെയൊക്കെ പറ്റിച്ചു, ഇച്ചിരി ഇതിനെ പറ്റിച്ചു, നമുക്ക് കൂടുതൽ പറ്റിച്ചു. അങ്ങനത്താണ് രണ്ടാമത്തെ മാസം കാണിച്ചതല്ലേ. നമുക്കൊക്കെ അറിയില്ലായിരുന്നു അത് മാസ് ഇൻട്രോ എന്നൊന്നും അറിയില്ലായിരുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളിക്ക് അറിയില്ല. പുള്ളി അവിടെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ ചോദിച്ചു പുള്ളി ഇതെന്തിനും ഇതിപ്പോ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് നമ്മളൊരു ഞാൻ പള്ളിപ്പെരുന്നാളിന്റെ സെറ്റപ്പാണെന്ന് അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞ് ഷോട്ടൊക്കെ എടുക്കുന്ന സമയമായപ്പോൾ പുള്ളിക്ക് ഇതൊന്നും നമ്മളിങ്ങനെ അടി നടക്കുന്നതിലേക്ക് വന്ന് അടിച്ചാൽ പോരെ എന്നാണെന്നൊക്കെ ചോദിച്ചു. അത് ശരിയാണ്, ചെറിയ ചെറിയ പരിപാടികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷോട്ടിൽ വരുന്നത് അറിയാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് പറ്റിച്ചിട്ടാണ് അതെടുത്ത് മാസം പറ്റിച്ചു. രണ്ടുപേരും പറ്റിച്ചു. നമുക്കാണോ കൂടുതലും മിഥുനെ കുറച്ചും പറ്റിച്ചു. മിഥുനോട് അറിയാം. അത് ചേട്ടന്റെ പരിപാടി അവിടെ വെച്ചോ, കുഴപ്പമില്ല, അവിടെ വെച്ചോളാൻ പറഞ്ഞല്ലേ. ഈ പിന്നീട് മമ്മൂക്ക അതിനകത്ത് നമ്മൾ ഹ്യൂമറും കിട്ടുന്നുണ്ട് മമ്മൂക്കാടെ. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സാധനമാണ്. ഒന്ന് ആ അമ്മച്ചിയോട് പറയുന്നത്, ബിന്ദുപ്പണിക്ക് പറയുന്നുണ്ടല്ലോ, ഞാൻ ആ മരത്തിന്റെ മുകളിൽ കഥ പറയുന്നത്. പിന്നീട് പറയുന്ന ആ പൈസ കൊടുത്തിട്ടുള്ള സീനല്ലോ, ചെന്നൈ പോയിട്ട് പേഴ്സിലേക്ക് തിരിച്ച് പേറ്റ് വെക്കും. അതൊരു ഗംഭീര സീനാണ്, നമുക്ക് ചിരി കിട്ടുവാണ്. ഇതിന്റെ എഴുത്തിൽ അങ്ങനെ കുറെ രസം. അവനിങ്ങനെ ഈ ഭയങ്കര സ്വാഭാവികമായിട്ടുള്ള ഡയലോഗ്സ് ഭയങ്കര രസമാണ്. ഇങ്ങനെ ഈ കൊച്ചു നമ്പറുകളില്ലേ പറയുന്ന ഡയലോഗ്സുകളൊക്കെ ഭയങ്കര രസമായിരിക്കും. അവൻ സംസാരിക്കുന്ന അങ്ങനെ തന്നെ, അമിത് സംസാര രീതി അങ്ങനെ തന്നെയല്ലോ. അത് അവന്റെ നുറുങ്ങുകളാ അങ്ങനെയൊക്കെ. ഞാൻ എന്നാ പല കാലം പൊന്തക്കാട്ടിൽ പോയിരിക്കാന്നൊക്കെ ചോദിക്കാം. ചേട്ടാ എന്തുവാടെ, അതൊക്കെ അവന്റെ യൂസേജുകളാണ്. സ്ഥിരമുള്ള ഒരു ടൈപ്പ് പിന്നെ സാധനങ്ങളാണല്ലേ. ഇത് വേറെ ദിവസം എന്തോ പോയിക്കൊണ്ടിരുന്ന അവന്മാർ പല കാലം എഴുന്നേറ്റ് പോയി, ഇവർക്കൊക്കെ പ്രാന്താണ്. അപ്പൊ ഞാൻ എന്തുവാടാ വെളുപ്പം കാലത്ത് പോകണമെന്നുള്ളതാണ്. അങ്ങനത്തെ യൂസേജുകളൊക്കെ ഭയങ്കര സ്മാർട്ട്. ആ സാധനങ്ങളൊക്കെ തിയേറ്ററിൽ നല്ല കൈയടിയാണ് കിട്ടുന്നത്. പിന്നെ ബിന്ദുപ്പണിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. നമ്മള് ബിന്ദു ചേച്ചിന്റെ ഒത്തിരി സിനിമ, ബിന്ദു ചേച്ചി ലാസ്റ്റ് മിനിറ്റ് അതിലേക്ക് മല്ലയ്യ ചേച്ചിയായിരുന്നു നമ്മൾ ആദ്യം വെച്ചിരുന്നത്. മല്ലയ്യ ചേച്ചി എടുത്ത് സംസാരിച്ചെല്ലാം സെറ്റ് ആയിരുന്നു. ലാസ്റ്റും പുള്ളിക്കാരത്തേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു പോയി, ഹെൽത്ത് ഇഷ്യൂ. അപ്പോൾ ഷൂട്ടിംഗ് 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് കണ്ട പെട്ടെന്ന് നമ്മളങ്ങനെ എന്ത് ചെയ്യുന്ന പാനിക് ആയിപ്പോയി. അന്നപ്പോ മമ്മൂക്കന്ന് ദുബായിലാണ് അന്ന് പരിപാടി ആയിട്ട്. അപ്പം മമ്മൂക്ക് ഞാനിവിടെ അങ്ങനെ എന്ത് ചെയ്യും മമ്മൂക്കാന്നൊക്കെ ചോദിച്ചു വിഷമിച്ചിരുന്ന സമയം നമുക്ക് ബിന്ദുവിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കറക്റ്റാവുന്നു. ബിന്ദു ചേച്ചി കറക്റ്റായിരിക്കൂടാ. പുള്ളിക്കത് മുമ്പ് ഏതൊരു പടത്തില് ചെയ്തിട്ടുണ്ട് അമ്മയുടെ. അത് ഏജിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു, ഫ്ലാഷ് ബാക്കിൽ. ഞാൻ എന്താ ഇല്ല കറക്റ്റായിരിക്കും, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന പറഞ്ഞു. ബിന്ദു ചേച്ചിയോട് ഞാൻ പോക്കിരാജനുണ്ടായിരുന്നു. ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. പിന്നെ വിളിച്ച് പുള്ളിക്കാരത്തി പിന്നെ ഡേറ്റ് അവൈലബിൾ ആണോ, 3 ദിവസം മുമ്പാണല്ലോ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ച് സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഡേ പുള്ളിക്കാരത്തി വേണം താനും. ഷൂട്ടിങ്ങിന് ഫസ്റ്റ് ദിവസം തന്നെ വേണം. 3-ാമത്തെ ദിവസം വേണം. പിന്നെ ഒന്ന് വിളിച്ച് പിന്നെ സെറ്റാക്കി ഇട്ടപ്പെട്ടപ്പേന്ന് കോസ്റ്റ്യൂമൊക്കെ അറേഞ്ച് ചെയ്ത് ഒരു പല്ലിന് ഓർഡർ കൊടുത്ത്, പല്ലിത് മാറ്റണമല്ലോ, ആളെ മാറ്റണമല്ലോ, കുറച്ച് പ്രായമൊക്കെ ആവണമല്ലോ. പിന്നെ എല്ലാം കൂടെ 2 ദിവസത്തിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു, ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് ബിന്ദു ചേച്ചി വരുന്നല്ലേ. പക്ഷെ അത് കറക്റ്റ് സെലക്ഷൻ ആയിരുന്നു കേട്ടോ. അതില്ലാന്ന് നമുക്ക് അത് പറയുമ്പോഴും പക്ഷെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയി പോയി. ഞാൻ അതല്ലേ പറഞ്ഞത്, പുള്ളി മമ്മൂക്ക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കത് ഹെൽപ്പ്. ഈ ഡിസിഷൻ എടുക്കാൻ കൺഫ്യൂഷൻസ് വരുമ്പോഴേ, ക്രൈസിസ് വരുമ്പോഴേ പുള്ളിയുടെ ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി പെട്ടെന്ന് പറയും ഇതെന്താണ്, ഇങ്ങനെ ചെയ്താൽ നന്നാവും, എന്താണ്. ക്രൈസിസ് മാനേജ്മെന്റിന് കുറച്ചും കൂടി ഹെൽപ്പ് കിട്ടും. ലാലേട്ടനായിട്ട് 2 സിനിമ അല്ലേ. പുലിമുരുകനാണ് ഏറ്റവും വലിയ ആക്ഷൻ സിനിമയെന്ന് അന്ന് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്.
ആ പുലിമുരുകൻ കഴിഞ്ഞിട്ടാണ് മോൺസ്റ്റർ ചെയ്യുന്നത് അല്ലേ? അത് എനിക്ക് തോന്നുന്നു ആ സിനിമയ്ക്ക് ഒത്തിരി വിമർശനങ്ങളൊക്കെ വാങ്ങേണ്ടതായി വന്നു, കേൾക്കേണ്ടതായി വന്നു. നൈറ്റ് ഡ്രൈവ്, മോൺസ്റ്റർ എന്ന് പറയുന്ന 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇടയിൽ. അതെ അതെ. ഇത് രണ്ടും ഞാനൊരു കോവിഡ് കാല സിനിമകളായിട്ടാണ് കണ്ടിരിക്കുന്നത്. കാരണം ഇത് ഒരു നമ്മൾ സാധാരണ സിനിമ ചെയ്യുന്ന ഒരു പ്രോസസ്സിലല്ലല്ലോ അത് ചെയ്തത്. കോവിഡ് വന്നു, നമ്മളെല്ലാവരും വീട്ടിലിരിക്കുകയാണ്, സിനിമ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ല, സിനിമ തന്നെ ഉണ്ടോയെന്ന് അറിയില്ല, എങ്ങനെയാണ് ലൈഫ് പോണേന്ന് അറിയില്ല. അപ്പം എല്ലാവർക്കും അതിൻ്റെതായ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നു. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ പ്രശ്നമായി. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, നമ്മുടെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി, നമുക്കറിയാവുന്ന ഒരു ജോലി സിനിമ ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയാവുന്ന ഒരു ജോലി. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സിനിമകളൊക്കെ, സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന സിനിമകൾ ഉണ്ടെന്ന്. ലാലേട്ടൻ്റെ ഒരു സിനിമ ഫുള്ള് സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു സിനിമയും സ്ക്രിപ്റ്റ്. ഇതൊക്കെ വലിയ സിനിമകളാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് പാനിക്കായിട്ട് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട്, അപ്പോൾ ഈ റൈറ്റർ അഭിലാഷ് പിള്ള വന്ന ഒരു കഥ പറഞ്ഞു, അവനെ എഴുതിയ സ്ക്രിപ്റ്റായിരുന്നു. ഒരു സ്ക്രിപ്റ്റ് പറഞ്ഞു, ഒരു 10-30 ദിവസം കൊണ്ട് ചെയ്യാവുന്ന ഒരു കുഞ്ഞു സിനിമ, നൈറ്റ് ഡ്രൈവ്, കുഞ്ഞു സിനിമ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നമ്മുടെ സിനിമകളിലൊക്കെ ശരിക്കും ആക്ഷൻ ഉപയോഗിക്കുന്നതിൻ്റെ പകുതി ബഡ്ജറ്റും ആ സിനിമ ചെയ്യാൻ എൻ്റെ 3 കോടി ഇത്ര കണ്ട് ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒറ്റ ആഴ്ച കഴിഞ്ഞപ്പോൾ ആ സിനിമ ഷൂട്ടിംഗ് തുടങ്ങി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഈ ഭയങ്കര ടെൻഷനായിരുന്നു, ഫൈനാൻഷ്യൽ പ്രോബ്ലം അത് ഇതൊക്കെ ആയിട്ട് എല്ലാവരും, ഒരുപാട് പേരിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ജോലി വേണം. അപ്പോൾ അവിടെയൊക്കെ സിനിമകൾ തുടങ്ങി, കുഞ്ഞു കുഞ്ഞു സിനിമകൾ തുടങ്ങി. അപ്പോൾ അങ്ങനെ OTT സിനിമകൾ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തിൽ നമ്മൾ വലിയ സിനിമ ചെയ്യുന്ന ആളാണെന്ന് വെച്ചിട്ട് ജീവിക്കാൻ ബാക്കി എല്ലാവർക്കും വരുമാനം പരിപാടികൾ വേണ്ടതാണ്. അന്നേരത്തെ സാഹചര്യത്തിൽ പറ്റുന്ന പോലത്തെ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് ആദ്യം നൈറ്റ് ഡ്രൈവ് ചെയ്തത്. നൈറ്റ് ഡ്രൈവ് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ മോൺസ്റ്റർ ഇതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് അതെന്നെ വിളിച്ചതാണ് ആ സമയത്ത്. അത് ഇതിന്റെ ഷൂട്ടിംഗ് തീർന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി. ഇതെല്ലാം ഒരു പിന്നെ ചെറിയ കാലഘട്ടത്തിൽ ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിലാണ് ഈ 2 സിനിമകളും ചെയ്തത്. ഞാനതൊരു ഒരു കോവിഡ് കാലത്തെ സിനിമകൾ എന്നുള്ള രീതിയിൽ തന്നെ കണ്ടു. ഒരു പ്രൊഫഷണൽ സിനിമ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഒരു പ്ലാനിങ്ങോടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ സംഭവമായിട്ട് ചെയ്ത സിനിമയൊന്നും അല്ല, ഒരു കുഞ്ഞ് 2 സിനിമകൾ ചെയ്തു. അത് OTT എന്നുള്ള രീതിയിൽ. എൻ്റെ നിർഭാഗ്യത്തിന് ഇത് റിലീസ് ചെയ്തപ്പോഴത്തേക്ക് തിയേറ്ററൊക്കെ ഓപ്പണായി, എല്ലാം വളരെ വൈഡർ സിനിമകളായി മാറിയപ്പോഴായിപ്പോയി ഇത് റിലീസായിപ്പോയെന്ന്. അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്നുള്ളത് മാത്രമേ. അപ്പൊ അതിന് ഞാൻ ഒരു പശ്ചാത്താപമായി എടുക്കുന്നില്ല. കാരണം അത് ഞാൻ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തന്നെ അറിയാമല്ലോ, ഞാനത് ഏത് സാഹചര്യത്തിൽ ചെയ്തതാണെന്ന് എനിക്ക് അറിയാമല്ലോ. ഞാൻ അദ്ദേഹത്തിന് ഇപ്പോൾ ലാലേട്ടന് വേണ്ടി ശരിക്കും ചെയ്യാനിരുന്ന സിനിമ വൻ സിനിമയാണ്, അത് ചെയ്യും, അതൊരു വൻ പരിപാടി ചെയ്യും. അത് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്, ലാലേട്ടന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. അല്ലല്ല, അത് ലാലേട്ടൻ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ്. അതിനി ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഡേറ്റ്സുകളെല്ലാം ഇപ്പൊ എല്ലാവരും പല പല സിനിമകളിലേക്ക് പോകാണല്ലോ. തിരിച്ചത് ചേർന്ന് വരുന്ന സമയത്ത് അത് ചെയ്യും. അതിന്റെ ക്ഷീണമൊക്കെ ഞാൻ അന്നേരം മാറ്റിക്കോളാം. വൻ പരിപാടി അടിക്കും. അല്ല, ഇപ്പൊ പറഞ്ഞ ഒരു പോയിന്റ്, അത് കോവിഡ് സമയത്ത് ചെയ്തു. തിയേറ്റർ ഓപ്പൺ ആവുന്ന നമ്മൾ ജീവിതത്തിൽ വിചാരിച്ചില്ല. ഞാൻ അറിഞ്ഞ തിയേറ്ററിലേക്കോ ഇതോ നമ്മൾ തന്നെ ചോദിക്കാണ്, ഇതോ തിയേറ്ററിലേക്ക് എല്ലാവർക്കും ടെൻഷൻ ആയിപ്പിക്കും. നമ്മളൊരു ചെറിയ പരിപാടിക്ക് വേണ്ടി ചെയ്തൊരു സിനിമ എടുത്തിട്ട് കൊണ്ട് വലിയ പരിപാടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ലല്ലോ. അത് പറ്റുന്നൊരു കാര്യമല്ല, അത് പ്രാക്ടിക്കലി നടക്കുന്നില്ലല്ലോ. അപ്പോൾ നമുക്കും ടെൻഷൻ ആയിപ്പോയി. പക്ഷെ അതിലൊത്തിരി പഴി കേട്ടു. ഞാൻ അത് കേൾക്കാൻ അർഹനാണല്ലോ. കാണാൻ വരുന്ന ആൾക്കാർക്ക് ഇത് അറിയേണ്ട കാര്യമില്ലല്ലോ. ഇയാൾ OTTക്ക് വേണ്ടി ചെയ്തതാണോ, ഇയാൾ ചെറിയ ബഡ്ജറ്റ് ചെയ്തതാണോ, ഇയാൾ ഇപ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് ചെയ്താണോ എന്ന് അറിയേണ്ട കാര്യമില്ല. അവൻ കാശ് മുടക്കി ഒരു സിനിമ കാണാൻ വന്നു, അതവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ അവസ്ഥ എന്താ നമുക്കറിയാവുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്തു, ആ രീതിക്ക് വിട്ട് കളഞ്ഞു. അത് അല്ലേ? ഈ മമ്മൂക്കായും ലാലേട്ടനും വെച്ച് സിനിമ ചെയ്യുമ്പം എപ്പോഴും ഇപ്പൊ മമ്മൂക്കാനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, മമ്മൂക്ക പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. ഈ ലാലേട്ടനെ വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ റൂട്ട്? എങ്ങനെയാണ് നമുക്ക് രണ്ട് റൂട്ടാണ്. ലാലേട്ടൻ എന്ന് വെച്ചാൽ ലാലേട്ടന് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിക്ക് ബേസിക്കലി ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ ഭ്രാന്താണ് എനിക്ക്. പുള്ളി അതിനേക്കാളും വലിയ ഭ്രാന്തൻ ആക്ഷൻ്റെ കാര്യത്തില്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി ചെയ്യുമ്പോൾ ഭയങ്കര രസമായിരിക്കും ആക്ഷൻ. കാരണം എന്താ വെച്ചാൽ 2 പേർക്കും അത് നന്നാവണം എന്ന് പറയുന്ന ഒരു പരിപാടി ഉള്ളതാണല്ലോ. എനിക്ക് പുലിമുരുകനിൽ ഒരു പരിധി വരെ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അടുത്ത പരിപാടി ചെയ്യുന്ന സമയത്ത് വൻ ആക്ഷൻ പിടിക്കും ലാലേട്ടൻ്റെ. ഇതിനപ്പുറത്തേക്കാണ് പിടിക്കും. പുലിമുരുകൻ എന്ത് കുഴപ്പം ആക്ഷൻ? പുലിമുരുകൻ തുടക്കമല്ലേ ഉള്ളൂ.
ശരിക്കുള്ളതിൽ ചെയ്യണമല്ലോ. ഓ, ഇത് കേട്ടിട്ട് എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല ഇപ്പൊ. എനിക്ക് ചെയ്യാം. സിനിമ കാണാൻ നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും, വൻ പരിപാടികൾ ചെയ്യാൻ പറ്റും.